ഹലോ ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് ദിൽഷ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈലൂറോണിക് ആസിഡിൽ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ്. അതിൽ 3 മിസ്റ്റേക്സ് ഞാനിന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് തരാം. ഒന്നാമത്തെ മിസ്റ്റേക്ക്, നമ്മൾ ഡ്രൈ ഫേസിലേക്ക് അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നിലേക്ക് ഹൈലൂറോണിക് ആസിഡ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഹൈലൂറോണിക് ആസിഡ് ഒരു ഹ്യൂമക്റ്റൻ്റ് ആണ്. ഇതിന് വെള്ളം വേണം. ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് ഡ്രൈ സ്കിന്നിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഡീപ്പ് ലെയേഴ്സിൽ നിന്ന് ഇത് വാട്ടർ വലിച്ചെടുക്കും. ഇത് നമ്മുടെ സ്കിൻ വീണ്ടും ഡീഹൈഡ്രേറ്റഡ് ആക്കും. സോ ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്തതിന് ശേഷം ഇത്തിരി ഡാമ്പായിട്ടിരിക്കുന്ന സമയത്ത് ഹൈലൂറോണിക് ആസിഡ് അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫേസ് മിസ്റ്റ് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഹൈലൂറോണിക് ആസിഡ് അപ്ലൈ ചെയ്യാം. ഈ ഹൈലൂറോണിക് ആസിഡ് യൂസ് ചെയ്തിട്ട് സ്കിൻ സ്റ്റിക്കി ആവുന്നുണ്ടോ? ദ മിസ്റ്റേക്ക് ഇസ് സിമ്പിൾ, ജസ്റ്റ് ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സെക്കൻഡ് മിസ്റ്റേക്കാണ് ഈ ഹൈലൂറോണിക് ആസിഡ് സ്കിന്നിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസേഷൻ സ്കിപ്പ് ചെയ്യുക എന്നുള്ളത്. ഈ ഹൈലൂറോണിക് ആസിഡ് ഒരു മോയ്സ്ചറൈസർ അല്ല. ഹൈലൂറോണിക് ആസിഡ് നമുക്ക് ഹൈഡ്രേഷൻ തരാനുള്ളൊരു സംഭവമാണ് ഈ പറയുന്ന ഹൈലൂറോണിക് ആസിഡ്. അപ്പോൾ മോയ്സ്ചറൈസർ ഒരു ഒക്ലൂസീവ് ലെയറായിട്ട് ആക്ട് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഹൈലൂറോണിക് ആസിഡിനെ അവിടെ ലോക്ക് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ മോയ്സ്ചറൈസർ നമ്മൾ ഹൈലൂറോണിക് ആസിഡ് ഇട്ടതിന് ശേഷം അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഹൈഡ്രേഷൻ അവിടെ ഇവോപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലൂറോണിക് ആസിഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ്സിനുള്ളിൽ നിങ്ങളുടെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഹൈലൂറോണിക് ആസിഡ് ഇട്ട ശേഷം ഗ്ലോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഇതാണ്. ഹൈലൂറോണിക് ആസിഡ് ഇട്ട ശേഷം അത് സീൽ ചെയ്യണം. തേർഡ് മിസ്റ്റേക്കാണ് ഒരുപാട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിൽ പില്ലിങ് ഉണ്ടാവും, അതുപോലെ സ്റ്റിക്കി ആവും, മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് തോന്നത്തില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഇതിനുള്ളൊരു സൊല്യൂഷനാണ് ആകെ 1-3 ഡ്രോപ്സ് മതി. ഇതിൽ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ സ്കിന്നിൽ ഭയങ്കര സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യും. കുറച്ച് ഒരു 1-3 ഡ്രോപ്സ് നമ്മുടെ കയ്യിലെടുത്തിട്ട് ഫേസിൽ ജെൻ്റലി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സ്കിൻ കെയർ പില്ലിങ് ആവുന്നുണ്ടോ? ക്വാണ്ടിറ്റി കുറച്ചാൽ മതി. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിടും. ബൈ.